നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തായ്ലൻഡിൻ്റെ പല ഭാഗങ്ങളിലും മഴമേഘങ്ങൾ സജീവമായത് ടാപ്പിങ്ങിന് ചെറിയ തോതിൽ തടസ്സപ്പെടുത്തിയെങ്കിലും ഇത് നിക്ഷേപകരെ റബ്ബറിലേക്ക് ആകർഷിച്ചില്ല. ബാങ്കോക്കിൽ റബ്ബർ കിലോ 216 രൂപയിൽ സ്റ്റഡിയാണ്. ചൈനീസ് മാർക്കറ്റുകൾ പ്രവർത്തനരഹിതമായതിനാൽ ഇറക്കുമതിക്കാർ രംഗത്തില്ല. അവധി ദിനങ്ങൾക്ക് ശേഷം അവർ തിരിച്ചെത്തിയാൽ മാത്രമേ വ്യക്തമായ ഒരു ദിശ വിപണിക്ക് കണ്ടെത്താനാകൂ. ജപ്പാനിൽ റബ്ബർ കിലോ 350 യെന്നിലാണ്. കൊച്ചിയിൽ 4-ാം ഗ്രേഡിന് കിലോയ്ക്ക് 214 രൂപ. തമിഴ്നാട്ടിൽ നാളികേര ഉൽപ്പന്നങ്ങൾ അല്പം സമ്മർദ്ദത്തിലാണെന്ന് ഇന്നലെ സൂചിപ്പിച്ചത് ശരിവെച്ച് കാങ്കയത്ത് കൊപ്ര വില ഇന്ന് ക്വിൻ്റലിന് 200 രൂപ ഇടിഞ്ഞു. വിപണി പിരിമുറുക്കത്തിൽ നീങ്ങുമ്പോഴും എണ്ണവിലയിൽ മാറ്റം വരുത്താൻ മില്ലുകാർ തയ്യാറായില്ല. എന്നാൽ അയൽ സംസ്ഥാനത്ത് നിന്നുള്ള പ്രതികൂല വാർത്തകളെ തുടർന്ന് കൊച്ചിയിൽ കൊപ്രയ്ക്ക് ഇന്ന് 200 രൂപ ഇടിഞ്ഞു. എന്നാൽ എണ്ണവില 100 രൂപ മാത്രമാണ് കുറഞ്ഞത്. കൊപ്രയ്ക്കും വെളിച്ചെണ്ണയ്ക്കും വില കുറഞ്ഞു. കൊക്കോയ്ക്ക് വൻ ഇടിവ്. സംസ്ഥാനത്തെ കൊക്കോ കർഷകർ വിളവെടുപ്പിൻ്റെയും ചരക്ക് സംസ്കരണത്തിൻ്റെയും തിരക്കിലാണ്. കാലാവസ്ഥ അനുകൂലമായതിനാൽ ഇനി 6 മാസം മികച്ച വിളവ് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ വർഷം അവസാന പാദത്തിലെ മഴയിൽ പല തോട്ടങ്ങളിലും വ്യാപകമായി കൊക്കോ പൂക്കൾ അടർന്നു വീണത് ജനുവരിയിൽ ലഭ്യത അല്പം കുറച്ചിരുന്നു. നിലവിൽ മധ്യ കേരളത്തിലെയും ഹൈറേഞ്ചിലെയും ചെറുകിട വിപണികളിൽ വരവ് ഉയർന്നു. കൊക്കോ പച്ചക്കായ കിലോ 100 രൂപ മുതൽ 120 രൂപയിലും കൊക്കോ പരിപ്പിന് 330 രൂപ വരെയും വ്യവസായികൾ വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യൻ മാർക്കറ്റ് ശക്തമെങ്കിലും രാജ്യാന്തര തലത്തിൽ കൊക്കോ രൂക്ഷമായ വില തകർച്ചയിലാണ്. കഴിഞ്ഞ വാരം ടണ്ണിന് $4,100 മുകളിൽ നിലകൊണ്ട ന്യൂയോർക്കിൽ കൊക്കോ വില ഇന്ന് $3,123 ഇടിഞ്ഞു. ഒരു വർഷ കാലയളവിൽ രാജ്യാന്തര വിലയിൽ 70% ഇടിവ്. അപ്പോൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.